ഹായ്, ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ലേൺ ഡിജിറ്റൽ വിത്ത് അനന്തനിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഇൻസ്റ്റഗ്രാം റീമാർക്കറ്റിങ്ങിനെ കുറിച്ചാണ്. എങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ലൈക്ക് ചെയ്തവരെയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം വീഡിയോ വാച്ച് ചെയ്തവർക്കോ നമുക്ക് വീണ്ടും എങ്ങനെ പരസ്യം കാണിക്കാം. ഇങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നവരെ വിളിക്കുന്നൊരു പേരാണ് കസ്റ്റം ഓഡിയൻസ്. കസ്റ്റം ഓഡിയൻസിൻ്റെ സഹായത്തോടെ നമുക്ക് കൃത്യമായിട്ട് എങ്ങനെ ഇൻസ്റ്റഗ്രാം റീമാർക്കറ്റിംഗ് ചെയ്യാം. റീമാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡോ ആയിട്ട് ഓൾറെഡി ഇൻട്രാക്റ്റ് ആയിട്ടുള്ളവർക്ക് വീണ്ടും എങ്ങനെ നമുക്ക് പരസ്യം കാണിക്കാം. അങ്ങനെ കാണിച്ചുള്ള പ്രധാന അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന സെയിൽ കൺവേർഷൻ റേറ്റ് കുറേ കൂടെ ഹയർ ആവും. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീമാർക്കറ്റുകളിലൊന്നാണ് ഇൻസ്റ്റഗ്രാം റീമാർക്കറ്റിംഗ്. അതായത് ഇൻസ്റ്റഗ്രാമിൽ വരുന്നവരെ നമുക്ക് വീണ്ടും പരസ്യം കാണിക്കാം. നമുക്ക് ഇന്ന് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റഗ്രാം റീമാർക്കറ്റിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഓപ്ഷൻ വരും, നമ്മുടെ ആ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൻ്റെ പേര്, അതിനുശേഷം എന്താണ് ഇവൻറ്റ്സ്, എന്ത് ആക്ഷനാണ് നമുക്ക് ഇതിൽ വരേണ്ടത്, ആരെയാണ് നമ്മൾ റീമാർക്കറ്റ് ചെയ്യേണ്ടത്. ആദ്യത്തെ ഓപ്ഷൻ ഹൂ സ്റ്റാർട്ടഡ് ഫോളോയിങ് ദിസ് പ്രൊഫഷണൽ അക്കൗണ്ട്. നമ്മുടെ അക്കൗണ്ട് ഫോളോ ചെയ്തവരുണ്ട്, നമ്മുടെ അക്കൗണ്ടുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ളവരുണ്ട്, അതായത് ലൈക്ക് ചെയ്തിട്ടുള്ളവരോ കമൻറ്റ് ചെയ്തിട്ടുള്ളവരോ സേവ് ചെയ്തിട്ടുള്ളവരോ എന്തെങ്കിലും ആക്ഷൻ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇതുമായിട്ട് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് പ്രൊഫൈൽ വിസിറ്റ് ചെയ്തവരുണ്ട്, നമുക്ക് മെസ്സേജ് അയച്ചവരുണ്ട്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്തവരുണ്ട്, നമ്മുടെ പോസ്റ്റ് സേവ് ചെയ്തവരുണ്ട്. ഇപ്പം ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി എവരി വൺ ഹൂ എൻഗേജ്ഡ് വിത്ത് ദിസ് പ്രൊഫഷണൽ അക്കൗണ്ട്, അതായത് ഈ അക്കൗണ്ടുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള എല്ലാവരെയും റീമാർക്കറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഓഡിയൻസ് റിട്ടൻഷൻ എത്ര. ഓഡിയൻസ് റിട്ടൻഷൻ എന്ന് പറഞ്ഞാൽ ഈ റീമാർക്കറ്റിംഗ് ഉള്ള ഈ ഡേറ്റാബേസ് എത്ര ദിവസം മുതലാണ് ആക്റ്റീവ് ആവേണ്ടത്. ഞാൻ ഇന്ന് മുതൽ ഒരു 30 ദിവസം കൊടുത്താൽ 29 മുതൽ ബാക്കിലോട്ട് 30 ദിവസം വരെയുള്ള ആൾക്കാരായിരിക്കും എൻ്റെ ഈ റീമാർക്കറ്റിംഗ് ലിസ്റ്റിൽ വരുന്നത്. ഞാൻ ഈ 30 ഡേയ്സ് കൊടുത്തു. അതിനുശേഷം ഓഡിയൻസ് നെയിം ജസ്റ്റ് RMKT ജസ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ക്രിയേറ്റ് ഓഡിയൻസ് കൊടുത്തു. അങ്ങനെ നമ്മുടെ കസ്റ്റം ഓഡിയൻസിൽ ഈ പറയുന്ന റീമാർക്കറ്റിംഗ്, അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാമുമായിട്ട് എൻഗേജ് ചെയ്തിട്ടുള്ള എല്ലാവരെയും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ അഡ്വർടൈസ്മെൻറ്റ് റൺ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കഴിഞ്ഞ 30 ദിവസം എൻഗേജ് ചെയ്തിട്ടുള്ള എല്ലാവരെയും എനിക്ക് റീമാർക്കറ്റ് ചെയ്യാൻ പറ്റും. എന്തിനാണ് റീമാർക്കറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ കൺവേർഷൻ സാധ്യത വരാനാണ്. ആദ്യമേ നമ്മുടെ ബിസിനസ്സുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളവർ വീണ്ടും പരസ്യം കാണുമ്പോൾ നമുക്ക് കുറേ കൂടെ ബെറ്റർ സെയിൽസ്, ബെറ്റർ കൺവേർഷൻ അഥവാ ഹൈ ക്വാളിറ്റി എൻക്വയറിയുടെ സാധ്യത കൂടുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇതാണ്, എങ്ങനെയാണ് റീമാർക്കറ്റ് ചെയ്യുന്നത്, ഇൻസ്റ്റഗ്രാമിൽ എങ്ങനെയാണ് റീമാർക്കറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കസ്റ്റം ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.